കൂട്ടുകാരെ, ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടും ഉള്ളതായിട്ടുള്ള ഒരു ചിക്കൻ 65 ആണ് തയ്യാറാക്കുന്നത്. ഇത് ഞാൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. വിത്ത് ബോൺ ആണെങ്കിലും കുഴപ്പമില്ല. ഈ ചിക്കൻ്റെ ടേസ്റ്റ് നമ്മളതിൻ്റെ മാരിനേഡ് കറക്റ്റായിട്ട് ചെയ്യണം, അതിനകത്താണ്. അപ്പോൾ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. അതിലേക്ക് മുളക് പൊടി ഒരു സെക്കൻഡ് ലെവൽ സ്പൈസിലാണ് ഞാൻ ചെയ്യുന്നത്. സ്പൈസ് കുറച്ച് മതിയെങ്കിൽ നിങ്ങളത് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഗരം മസാല, മഞ്ഞൾ, ഇത് ക്രഷ്ഡ് പെപ്പറാണ്, ബ്ലാക്ക് പെപ്പർ, ഉപ്പിട്ടു. അരിപ്പൊടി, ഇതല്പം തരിതരിപ്പുള്ള അരിപ്പൊടിയാണെങ്കിൽ നല്ലതാണ്, അത് നല്ലൊരു ടെക്സ്ചർ കൊടുക്കും. അതുപോലെ തന്നെ കോൺഫ്ലവറിൻ്റെ പൊടി, ഒരു ചെറിയ മുട്ട, തൈര്, 1 ടേബിൾ സ്പൂൺ തൈരും 1 ടേബിൾ സ്പൂൺ ലെമണും ചേർക്കാം. അതല്ല എങ്കിൽ 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഉള്ളി, അത് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തത് വേണം. ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമില്ല, ഫ്രൈ ചെയ്യുമ്പം കുറച്ച് ക്വാണ്ടിറ്റി കൂടി കിടക്കും, ഒരു പൊലിപ്പ് വരും. പിന്നെ ഇതിലേക്ക് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഒരു 2-3 ചില്ലി കൂടി ഇടാം, ഗ്രീൻ ചില്ലി, അതുപോലെ കറിവേപ്പില. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. 2 മണിക്കൂർ ഇരിക്കട്ടെ. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇനി നമുക്ക് ആദ്യം ചിക്കൻ മാത്രമേ നമുക്ക് ഫ്രൈ ചെയ്യണം, ആ ഉള്ളിയൊന്നും ഇടരുത്. അതുപോലെ തന്നെ നല്ലതുപോലെ എണ്ണ ചൂടായിട്ട് വേണം ഇടാൻ. കുറച്ച് ഇടണം, ഓവർ ക്രൗഡഡായിട്ട് ഇടരുത്. അതുപോലെ തന്നെ ഇടുന്ന ഉടനെ തന്നെ നമ്മൾ ഇളക്കുകയും ചെയ്യരുത്. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് പതുക്കെ ഇളക്കാം. ഏകദേശം ഒരു 1 മിനിറ്റ് ആകുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇടുമ്പോഴേ അതിട്ട് ഇളക്കി കഴിഞ്ഞാൽ മസാലയെല്ലാം ഇളകി പിടിച്ച് എണ്ണ മുഴുവൻ അങ്ങ് മസാലമയമായി പോകും. അതുപോലെ തന്നെ നമ്മൾ ഈ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ അന്നേരം ഒരു ശകലം തീ കൂട്ടി വെച്ച് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കളറുണ്ടാവും. ഇതിപ്പോൾ ഞാൻ നോർമൽ മുളക് പൊടിയാണ് ചേർത്തത്. ഒരു 3 to 5 മിനിറ്റ്സ് മതിയാകും, അത് ചിക്കൻ സൈസ് അനുസരിച്ച്. അപ്പോൾ നമുക്കതിനെ എടുക്കാം. ഇങ്ങനെ മറ്റേ ബാച്ചെല്ലാം അങ്ങ് വറുത്തെടുത്താൽ മതി. നമ്മൾ ചിക്കനെല്ലാം വറുത്ത് കഴിഞ്ഞു. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ നേരം കൂടെ ചേർത്തിരുന്ന സവാളയാണ്. ഇനി അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് അങ്ങ് ഇടണം, കൂട്ടി ഇടാതെ. അപ്പോൾ വേറെ ആയിട്ട് നമുക്ക് ക്രിസ്പി ആയിട്ട് അങ്ങ് കിട്ടും. അതുപോലെ ഗ്രീൻ ചില്ലി എല്ലാം ഇടണം. റൈസ് റെസിപ്പീസിനോടൊക്കെ നല്ലതാണ്. പിന്നെ ചപ്പാത്തി, പൂരി, വെറും പ്ലെയിൻ റൈസ് എല്ലാത്തിനും കൂടെ നല്ല റെസിപ്പിയാണ്. അതിനൊപ്പം നമുക്ക് കറി ലീവ്സും കൂടി ഇടാം. മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതും ഒരുപാട് ഇളക്കരുത്, ഒന്ന് സെറ്റായതിനു ശേഷം നമുക്ക് ഇളക്കാം. ഇടയ്ക്കിത് ഒന്ന് എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടക്കാനായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഉള്ളിയും ആവശ്യമുള്ളതുപോലെ റോസ്റ്റായിട്ടുണ്ട്, ഒരുപാടങ്ങ് റോസ്റ്റ് ആക്കണ്ട. ഇനി അത് നമുക്കിനി എടുക്കാം. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തംസപ്പ് ബട്ടൺ അഥവാ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കത് സെർവ് ചെയ്യുന്ന പാത്രത്തിനകത്തോടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ നമ്മുടെ ചിക്കൻ 65 റെഡിയാണ്. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ ആം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.